നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ അസ്ഥിരമായ കാലാവസ്ഥയാണ് തുടരുന്നത്. അതിശൈത്യത്തോടനുബന്ധിച്ച് തന്നെ മഴയും പെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UAE കനത്ത മഴ പെയ്യുന്നു. സൗദി അറേബ്യയിലും സമാനമായ കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി മുന്നറിയിപ്പുകളുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ കുവൈറ്റിൽ ജനുവരി മധ്യത്തോടെ തണുപ്പ് കൂടുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു. ശക്തമായ കാറ്റ് സമയത്ത് അനുഭവപ്പെടും എന്ന് അധികൃതർ പറഞ്ഞു. ഗോളശാസ്ത്ര വിദഗ്ധർ ബദൻ അൽ അമീറ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ജനുവരി പകുതിയാകുമ്പോൾ പുറത്തിറങ്ങുന്ന എല്ലാവരും കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കണം. കുട്ടികളെ കൊണ്ട് രാത്രി പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. രാജ്യത്ത് പനി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കർശന നിയന്ത്രണം പാലിക്കുക. കുട്ടികളെ പോലെ തന്നെ പ്രായമായവരും വീടുകളിൽ കഴിയുന്നതാണ് നല്ലത്. പരമാവധി ഈ സമയങ്ങളിൽ പുറത്തിറങ്ങുകയും ചെയ്യരുത്. അടച്ചിട്ട മുറികളിലോ ടെന്റുകളിലോ ഇരുന്ന് തീ കായരുതെന്നും അധികൃതർ അറിയിച്ചു. നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെല്ലാം പാലിക്കുകയും ചെയ്യണം. വീഴ്ച വരുത്തി അപകടങ്ങൾ വിളിച്ചു വരുത്തരുതെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം മഴക്കെടുതിയിൽ സഹായം ആവശ്യപ്പെട്ട് 218 പരാതികളാണ് എത്തിയതെന്ന് റിപ്പോർട്ട്. മെഡിക്കൽ എമർജൻസി വിഭാഗത്തിന് ഇത്രയും പരാതികൾ ലഭിച്ചെന്ന് അധികൃതർ വ്യക്തമാക്കി. 33 ട്രാഫിക് അപകടങ്ങളായിരുന്നു. മഴക്കെടുതിയിൽ പരിക്കേറ്റാൽ കൈകാര്യം ചെയ്യാൻ ആശുപത്രിയിലെ വിഭാഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രിയിൽ ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ ശക്തമായ തണുപ്പും ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. താപനില കുറയും. 17 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ആയിരിക്കും. ഇതോടനുബന്ധിച്ച് തന്നെ സൗദിയിലും ശൈത്യത്തിന് കടുപ്പമേറിയതോടെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച തുടരുകയാണ്. വിവിധ പ്രവിശ്യകളിൽ മഴയും ആലിപ്പഴ വർഷവും ഇന്ന് അനുഭവപ്പെട്ടു. തബൂക്ക്, ഹായിൽ, ഖുറയാത്ത് ഭാഗങ്ങളിലാണ് താപനില ഏറ്റവും വലിയ കുറവ് അനുഭവപ്പെട്ടത്. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷത്തോട് കൂടിയ മഴയും അനുഭവപ്പെട്ടു. പടിഞ്ഞാറൻ മധ്യകിഴക്കൻ പ്രവിശ്യകളിലും താപനിലയിൽ കുറവ് വന്നിട്ടുണ്ട്. മദീന, ഖസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ ഭാഗങ്ങളിൽ നാളെ മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലിനോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിസംബറിലെ ഏറ്റവും കടുപ്പമേറിയ ശൈത്യം നാളെ രാജ്യത്ത് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മസ്കറ്റ് ഉൾപ്പെടെ ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ലഭിച്ചതായി റിപ്പോർട്ട്. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി നാളെ വരെ മിക്ക ഗവർണറേറ്റുകളിലും മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് തലസ്ഥാന നഗരിയായ മസ്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി. വിവിധ ഇടങ്ങളിൽ കുടുങ്ങിയ 50-ലധികം ആളുകളെ രക്ഷിച്ചു. പലയിടത്തും വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. വാദികൾ മുറിച്ചു കടക്കരുതെന്നും വേണ്ട മുൻകരുതലുകൾ നടപടികൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകരുതൽ നടപടികളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട്. മത്ര, അൽ ഖുവൈർ, ദർസൈത്ത്, ഹമരിയ, ഖുറം, സീബ്, മബേല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ പെയ്തത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മസ്കറ്റ് ഗവർണറേറ്റിൽ ഉച്ചകഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക അവധി നൽകി. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വ്യാഴാഴ്ച വരെ മുസന്തം, വടക്ക് തെക്ക്, ബാത്തിന, ബുറൈമി, ദാഖ്ലിയ, മസ്കറ്റ്, ദാഹിറ, തെക്ക് വടക്ക്, ഷർഖിയ എന്നീ ഗവർണറേറ്റുകളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.